എക്സാമിനർ ഫാമിലി +1 സെക്കൻഡ് ലാംഗ്വേജ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ സംശയമുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയോ? ഈ വീഡിയോ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്തോ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ എല്ലാ സംശയങ്ങളും തീർത്തു തരും. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളൊരു കമന്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ഒരുപാട് മക്കൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം മക്കളെ, പ്രധാനമായിട്ട് 5 ലാംഗ്വേജുകളാണ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് അല്ലേ? മലയാളം, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി. ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ് ഈ 3 സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും എത്രത്തോളം എഴുതേണ്ടി വരും എന്നുള്ളത് അല്ലേ? 10ാം ക്ലാസ് വരെ എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു 3 സബ്ജക്റ്റിനെ നേരിട്ടത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഏറെക്കുറെ ചെറിയൊരു മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളൂ. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷ ഇനി മുതൽ 80 മാർക്കിൻ്റെ പരീക്ഷയാവും. പരീക്ഷയുടെ സമയം 1.5 മണിക്കൂർ ഉള്ളത് 2.5 മണിക്കൂറാവും. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ഏറെക്കുറെ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ട്രാൻസ്ലേഷൻ വന്നാൽ അല്ലേ, അതായിരിക്കും ഒരു അഡീഷണലി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അറബിക്ക് എന്നെ കൊണ്ട് പറ്റും. 10ാം ക്ലാസ്സിൽ ഞാൻ A+ നേടിയതാണ്, അല്ലെങ്കിൽ A ഗ്രേഡ് നേടിയതാണ്. A+1 എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറബി ചൂസ് ചെയ്യാം. അതേപോലെ ഉറുദു ഒക്കെ കുറച്ച് എഴുതിയാൽ മതിയല്ലേ? കുറച്ച് എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റുകളാണ് അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ. അപ്പോൾ വളരെ കുറച്ച് എഫേർട്ടിൽ ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 3 സബ്ജക്റ്റുകളാണ് ഇത് 3. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് അറബി, സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ ഉറുദു ഒക്കെ പഠിച്ചവരാണ് നിങ്ങൾക്ക് +1 അത് തന്നെ ഫോളോ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി ഇതിന് നിങ്ങൾക്ക് ബേസിക്സ് ഒന്നുമില്ല, തീരെ എന്താ പറയുക, ഒരു ബേസിക്സ് ഇല്ല, ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ C ഗ്രേഡിന് താഴെ ആയിരിക്കും നിങ്ങളുടെ മാർക്ക് ഈ 3 വിഷയത്തിൽ ഏതെങ്കിലും ഒന്നിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, മലയാളം ചൂസ് ചെയ്യാം. കാരണം മലയാളം എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മാതൃഭാഷയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും കത്തിവെക്കാം അല്ലേ? നമുക്ക് മാക്സിമം എഴുതാൻ വേണ്ടി പറ്റും, എല്ലാ ചോദ്യവും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? മലയാളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഴുതാനുണ്ടാവും. മറ്റു സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ആൻസേഴ്സ് വരുന്നത് അത് ഏതിലാണ്? മലയാളത്തിലാണ്. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ, സമയക്കുറവായിരിക്കും ഇവിടെ +1 മലയാളം എടുത്തുള്ള കുട്ടികളുടെ ഒരു മെയിൻ പ്രശ്നം. പരീക്ഷയ്ക്ക് അത്ര സമയം കിട്ടി, എല്ലാം അറിയായിരുന്നു, പക്ഷേ എനിക്ക് സമയം തികഞ്ഞില്ല എന്നല്ലേ? അപ്പോൾ ഈ അഭിപ്രായമുള്ള മലയാളം ചൂസ് ചെയ്ത +1 മക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് 200-ൽ 200 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളം. ഓക്കെ, അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളാണോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, മലയാളം ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം സെറ്റായില്ല മക്കളെ. ഇനി ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ SSLCയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡയറി പഠിച്ചിട്ടുണ്ട്, ലെറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ, പട്കഥ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺവെർസേഷനിലെ വാർത്താലാപ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? അതിലേക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ട്രാൻസ്ലേഷനാണ്. അത് മറ്റു സബ്ജക്റ്റുകളിലും ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാകും. പിന്നെ അതുകൂടാതെ ടെക്നിക്കൽ വേർഡ്സ് വരുന്നുണ്ട്, കുറച്ച് എന്താ പറയുക, വിഷാണു, അതായത് വൈറസ്, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ 40 മാർക്കിൻ്റെ പരീക്ഷ എത്ര മാർക്കിൻ്റെ ആവും? 80 മാർക്കിൻ്റെ പരീക്ഷ ആവുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. മലയാളത്തിൻ്റെ അത്രയൊന്നും എഴുതാനൊന്നുമില്ല ഹിന്ദിയെ കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ വെറുതെ ഞാൻ ഹിന്ദി അധ്യാപകനായതുകൊണ്ട് ഹിന്ദിയെ പൊക്കി പറയുന്നില്ല. നമ്മുടെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലായി, അല്ലെങ്കിൽ വേണ്ട, താഴെ കമൻസ് പറയുന്നത് ഏതാണ് ഏറ്റവും കുറച്ച് എഴുതേണ്ടത്. ഹിന്ദി ബേസിക് അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതായത് ഹിന്ദിയിൽ നിങ്ങൾക്ക് SSLCയിൽ ഒരു A ഗ്രേഡ് അല്ലെങ്കിൽ B+ലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല എങ്കിൽ +1 നിങ്ങൾ ഹിന്ദി എടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. നിങ്ങൾക്ക് മലയാളം തന്നെ ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, കാരണം ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് +1 മലയാളം നിങ്ങൾക്ക് തരും, ഉറപ്പാണ് തരും. ഓക്കെ, പക്ഷേ ഹിന്ദി നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും അറിയില്ല, എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, അങ്ങനെയുള്ള മക്കളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹിന്ദി എടുക്കരുത്. കാരണം 10ാം ക്ലാസ്സിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കൂടുതൽ സമയമുള്ള പരീക്ഷയാണ്, അത് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ അവസ്ഥ. അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ് ഇത് 3 നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് +1 അത് ചൂസ് ചെയ്യാം. ഹിന്ദിയും മലയാളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. മലയാളത്തിൽ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ട്, ഹിന്ദിയിൽ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പക്ഷേ ഹിന്ദിയിൽ ബേസിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ച് വീക്ക് ആണെങ്കിൽ നിങ്ങൾ മലയാളം എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾക്കൊരു B+ ലെവലിലേക്കൊക്കെ SSLCയിൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റാണ് ഹിന്ദി എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, +1 ഹിന്ദി ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഏത് ചൂസ് ചെയ്താലും നിങ്ങൾ സയൻസിലേക്കാണ് വരുന്നതെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് ഓക്കെ ആക്കണ്ടേ? ബാക്കിയുള്ള സബ്ജക്റ്റ് ഓക്കെ ആക്കാൻ ആരുണ്ട് മക്കളെ? +1 നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി
വേണ്ടിയിട്ടാണ് എക്സാം വിന്നറിൽ +1 അഗ്നി ബാച്ച് ഉള്ളത്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റ് എന്ത് ചെയ്യും, സെറ്റാക്കി തരും. പിന്നെ ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടെ ഈ വർഷത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്സുകളാണ്. നമ്മൾ മാരത്തോണുകളിലൊക്കെ എങ്ങനെയാണോ പഠിക്കുക അല്ലേ, നമ്മുടെ എക്സാം സമയമാകുമ്പോൾ മാരത്തോണുകളിലെ അതേപോലെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസും PDF ക്ലാസ് നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. PYQ വീഡിയോ സൊല്യൂഷൻസ് +1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PYQs. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ SSLC വരെയല്ല, +1ലും +2ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PYQ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. മോഡൽ എക്സാംസ് ഉണ്ടാവും, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ കടുപ്പമാകാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ +1 ജ്വാല ബാച്ചിൻ്റെയും ഓക്കെ, ജ്വാല ബാച്ചിൻ്റെയും പ്രത്യേകതയാണ്. +1 ജ്വാല ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊമേഴ്സിലെ അല്ലേ, +1 നിങ്ങൾ കൊമേഴ്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം വിന്നറിലുള്ള ബാച്ചാണ് ജ്വാല ബാച്ച്. ഓക്കെ, കൊമേഴ്സിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജ്വാല ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എല്ലാ ഫീച്ചേഴ്സും ഏറെക്കുറെ അഗ്നി ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും എവിടെയുണ്ട്, നമ്മുടെ ജ്വാല ബാച്ചിലുണ്ട്. ഓക്കെ, നിങ്ങൾ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്നും ആയിട്ടില്ലല്ലോ, ഇപ്പോൾ തന്നെ എന്തിനാ സയൻസ് ആണോ കൊമേഴ്സ് ആണോ എന്ന് ചൂസ് ചെയ്യുക, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തീരുമാനിച്ചുറപ്പിച്ചോ, നേരത്തെ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും സയൻസ് എടുക്കുകയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പഠിച്ച് തുടങ്ങണം, ഉറപ്പാണ്. സയൻസുകാർ മാത്രമല്ല നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത്, കൊമേഴ്സുകാരും പഠിക്കണം, ഹ്യൂമാനിറ്റീസുകാരും പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങളാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നേരിടാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സയൻസിലെ കുട്ടികൾക്ക് എത്ര % മാർക്ക് മതി? ഓരോ എന്താ പറയുക, ഓരോ കോളേജിനനുസരിച്ച് മാറും. ഒരു പെർട്ടിക്കുലർ കോളേജിൽ നിന്ന് എടുക്കാം. ഓക്കെ, സയൻസിന് 85% മാർക്ക് ഉണ്ടെങ്കിലാണ് അഡ്മിഷൻ കിട്ടുക എന്ന് വിചാരിക്കാം. ആ സെയിം കോളേജിൽ, എല്ലാ കോളേജിലും തന്നെ ആയിരിക്കും അവസ്ഥ. ആ സെയിം കോളേജിൽ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 95% മാർക്ക് വേണ്ടി വരും. 95% മാർക്ക് വേണ്ടി വരും +2. ഓക്കെ, ആ സെയിം കോളേജിൽ ഹ്യൂമാനിറ്റീസ് അല്ലേ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടാണ് ആ കോളേജിലേക്ക് അഡ്മിഷൻ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ 98% കൂടുതൽ മാർക്ക് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആരാണ് ശരിക്കും? ആരാണ്? ഹ്യൂമാനിറ്റീസിലുള്ളവർ, കൊമേഴ്സിലുള്ളവർ, സയൻസിലുള്ളവർ അല്ലേ? ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ സയൻസിലുള്ളവർ നേരത്തെ പഠിക്കേണ്ടതെന്നല്ല, സയൻസ് എന്തായാലും ടഫ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് JEE പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ യോധ ബാച്ചും അവൈലബിൾ ആട്ടോ. അതായത് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. വെറും 7,999 ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് +1 പഠിച്ചു തുടങ്ങാം. +2 കഴിയാൻ കാത്തു നിൽക്കണ്ട, നേരത്തെ പഠിച്ചു തുടങ്ങിക്കോ. എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിലും ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു എയിം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എല്ലാം കഴിഞ്ഞ് അവസാനം റിസൾട്ട് വന്നിട്ട് എയിം ആക്കുക എന്നല്ല, റിസൾട്ടിനനുസരിച്ചല്ല നമ്മുടെ എയിം സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മൾ എയിം സെറ്റ് ചെയ്യേണ്ടത്, ഗോൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലേ. എനിക്ക് ഇന്നതാകണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം ചേരും. അപ്പോൾ ഡോക്ടർ ആവണമെന്നാണെങ്കിൽ പൃഥ്വി ബാച്ച് ഉണ്ട്, 7,999 ആണ്. അപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ വരുന്നത് 4,999 ആണ് കേട്ടോ. 4,999 രൂപയാണ്. ഇത് സെയിം ഫീ തന്നെയാണ് ജ്വാല ബാച്ചിനും. +1 ജ്വാല ബാച്ചിൽ, കൊമേഴ്സിൻ്റെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യാനും 4,999 രൂപ തന്നെയാണ്. അഗ്നി ബാച്ചിലും 4,999 രൂപ തന്നെയാണ്. മാക്സിമം ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവില്ല. ഇതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാൻ. ടാറ്റ, ബൈ ബൈ.